വയനാട് മുള്ളൻകൊല്ലി മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകൻ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഇടപെട്ട് KPCC DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ള 6 പേരാണ് തന്നെ കുടുക്കിയതെന്ന് കഴിഞ്ഞ ദിവസം തങ്കച്ചൻ ആരോപിച്ചിരുന്നു. നടപടികളില്ലാത്ത സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തങ്കച്ചന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. കേസിന്റെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തുവരണമെന്ന് തങ്കച്ചന്റെ ഭാര്യ സിനി പറഞ്ഞു. ഒരു നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു മരിച്ച വീട് പോലെയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന, സങ്കടം. ഇനി ഒരു വീട്ടുകാർക്കും ആർക്കും ഇതുപോലെ സംഭവിക്കരുത്. യഥാർത്ഥ പ്രതികൾ പുറത്തു വരണം, അല്ലെങ്കിൽ ഇനിയും ഒരു നിരപരാധി ഇതുപോലെ ജയിലിൽ പെടുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു നീതി ഈ കുടുംബത്തിന്, ഒരു കുടുംബത്തെയും വ്യക്തിവൈരാഗ്യമുണ്ട്, എന്ത് വൈരാഗ്യം ഉണ്ടെങ്കിലും, പക്ഷെ കുടുംബത്തെ പെടുത്തരുത്. കുടുംബത്തെ ബന്ധപ്പെടുത്തി ഒരു കാര്യങ്ങളും ചെയ്ത് അവിടെ കുറേ ജീവിതങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. അവർ വേദനിക്കുന്നത്, അവർ സങ്കടപ്പെടുന്നത് ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇത് വെളിയിൽ വരണം. ഇതാരാ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിന് നീതി വേണം. അതുപോലെ തന്നെ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ചേട്ടായിൻ്റെ ഫോട്ടോ വെച്ച്, ചേട്ടായി 10 കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോ വെച്ചാണ് ഫ്രണ്ട് പേജിൽ വാർത്തകളൊക്കെ വന്നത്. ഇത് ഈ സംഭവം ചേട്ടായിക്ക് കൊണ്ടുവെക്കാനാണെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഞങ്ങൾക്ക് പഴയ വീടുണ്ട്, തൊഴുത്തുണ്ട്, ആട്ടുംകൂടുണ്ട്, പഴയ ബാത്റൂമുണ്ട്, എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഇത് തുറന്ന സ്ഥലത്തുമാണ് കൊണ്ടുവെക്കേണ്ടത്. ഇത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പെടുത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്ത സംഭവത്തിൽ 17 ദിവസമാണ് തങ്കച്ചൻ ജയിലിൽ കഴിഞ്ഞത്.